വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കത്തിക്കുകയാണ്. പാൻ ചൂടായതിനു ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്കായ ഇതിട്ട് നല്ലോണം മൂപ്പിക്കുക. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി ഇതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 3 സവാള, ഇങ്ങനെ പെട്ടെന്നായതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്, അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി നിങ്ങൾ. ആ 3 സവാള ഇടുക. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും, പിന്നെ 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള മസാലപ്പൊടികളാണ് ഇടുന്നത്. അതിലേക്ക് ഒരു 1/2 സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂണ് ഗരം മസാല, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂണ് ചിക്കൻ മസാല. ഇതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മസാലൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത്. വലുതാണെങ്കിൽ ഒരു തക്കാളി ചേർത്താൽ മതി, ചെറുതാകുമ്പോൾ ഞാൻ 2 തക്കാളിയാണ് ചേർത്തത്. ഇനി ഇത് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യണം. ഈ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പും മുളകും എല്ലാം നോക്കണേ. നല്ല കുറുകിയ ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഇപ്പോൾ വെള്ളം ഒഴിച്ചത്. ഇത് കുറുകാൻ വെക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് വേണ്ടുന്ന പാകത്തിനുള്ള ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് കുഴിയാക്കിയിട്ട് ഓരോ മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. നിങ്ങൾ ഇങ്ങനെ ആക്കുന്നതിന് പകരം ഓരോ മുട്ട പൊട്ടിച്ചിട്ട് ഓരോ ബൗളിലാക്കിയിട്ട് ഒഴിച്ചാലും മതി. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇനി നമ്മൾ ഇത് മുറിച്ചിട്ട് തിരിച്ചിടാൻ പോവാണ്. ഇതിപ്പോൾ എൻ്റെത് ചെറിയ പാൻ ആയതുകൊണ്ടാണ്. നിങ്ങളുടെ വലിയ പാൻ ആണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഓരോ സൈഡിൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ല വൃത്തിയിൽ കിട്ടും തിരിച്ചിടാനൊക്കെ. ഓരോ ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം.
ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ പിന്നെ നൂൽപുട്ടിൻ്റെ കൂടെ പൂരീൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വിടാം.